ഇനി നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന ഒരു ചർച്ചയിലേക്കാണ് പോകുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം, അതുപോലെ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള തൊഴിലിടങ്ങളിൽ വിശ്രമിക്കാനുള്ള മുറികൾ, അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലതവണ അതിനെക്കുറിച്ച് വായിച്ചിട്ടുള്ളതും പല വിവരങ്ങളും പങ്കുവച്ചിട്ടുള്ളതുമൊക്കെയാണ്. എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്നത് ജെൻഡർ സൗഹൃദ ശുചിമുറികളാണ്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച നടക്കുന്നത്. ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് പലർക്കും പുതുമയുള്ള കാര്യമാണ്. പക്ഷേ മഹാരാജാസ് കോളേജിൽ 5 വർഷത്തോളമായി ഈ ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റ് ഉണ്ട്. എന്താണത്? നമുക്കൊന്ന് നോക്കാം. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഉറച്ച നിലപാടുള്ള ആ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന എറണാകുളം മഹാരാജാസ് കോളേജിലാണ് ഞാനുള്ളത്. കോളേജിലെ ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. എന്നാൽ കുട്ടികളും അധ്യാപകരും എങ്ങനെയാണ് ഈ ടോയ്ലറ്റ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണ ശുചിമുറികളിൽ ആൺ പെൺ എന്നിങ്ങനെയുള്ള ബോർഡുകൾ കാണാം. അർജൻറ്റായി ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ നിൽക്കുമ്പോഴായിരിക്കും ഇത് ആണുങ്ങളുടെ ടോയ്ലറ്റാണ്, പെണ്ണുങ്ങളുടെ ടോയ്ലറ്റാണെന്ന് അറിയുന്നത്. എന്നാൽ മഹാരാജാസിലെ ഈ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റിൽ ആർക്കും ഉപയോഗിക്കാം. ആൺ പെൺ ട്രാൻസ്ജെൻഡർ വ്യത്യാസമില്ലാതെ ഈ ടോയ്ലറ്റിൽ ഉപയോഗിക്കാമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്താണ് ഈ ഒരു ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റ് കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത്? നമ്മൾ കോളേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹാരാജ് കോളേജിൽ റിസർവേഷൻ കാറ്റഗറിയിൽ, ട്രാൻസ്ജെൻഡർ റിസർവേഷൻ കാറ്റഗറിയിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജാണ് മഹാരാജ് കോളേജ്. 5-6ഓളം വിദ്യാർത്ഥികൾ ട്രാൻസ്ജെൻഡേഴ്സായിട്ട് പഠിക്കുന്ന ഒരു കോളേജാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഏതെങ്കിലും ഒരു ബൈലിംഗ്വലായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകളുടെ മാത്രം അല്ലെങ്കിൽ പുരുഷന്മാരുടെ മാത്രം ബാത്റൂമുകളിൽ പോകുമ്പോൾ അവർക്കുണ്ടായേക്കാവുന്ന പ്രയാസം അത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു 5 വർഷത്തോളമായി നമ്മളിവിടെ ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ബാത്റൂം സ്ഥാപിക്കുക എന്നുള്ളത്. മറ്റേതിന് ക്യാമ്പസിനേക്കാളും എല്ലാ വിദ്യാർത്ഥികളെയും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളായാൽ പോലും ഇവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഒരു ബാത്റൂം കൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ള ആശയത്തിൽ നിന്നാണ് അങ്ങനെ ഒരു ആശയത്തിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ടോയ്ലറ്റ് വലിയൊരു പുതുമയുള്ള കാര്യമല്ല, കുറേ കാലമായല്ലോ. അപ്പോൾ എങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ ചർച്ചയാവുന്നതിന്? ഇതിപ്പോൾ 5 വർഷമായി ഈ ടോയ്ലറ്റ് തുടങ്ങിയിട്ട്. ഈ ബ്ലോക്കിലും ഈ ഗ്രൗണ്ട് ഫ്ലോറിലും മുകളിലത്തെ ഫ്ലോറിലാണ് ഇവിടെ ഈ ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്കിത് ഒരു പുതുമയുള്ള കാര്യമില്ല. ഈ ഇടയിട്ട് 2 ദിവസമായിട്ടാണ് ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ട് ഈ കോളേജിനെ ഭയങ്കര നെഗറ്റീവ് രീതിയിൽ ഈ കണ്ടു പോകുന്നുള്ളത്. അപ്പോൾ മഹാരാജ് കോളേജുകാർക്ക് അറിയാം, ഈ മഹാരാജ് കോളേജിനെ എടുത്തു നോക്കിയാൽ തന്നെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന രീതിയാണിത്. അതിനകത്ത് വന്നുകൊണ്ടാണ് ഇങ്ങനൊരു ജെൻഡർ ന്യൂട്രൽ, അതായത് ഈ ആൺ പെണ്ണ് എന്നുള്ളതിനെ ഉപരി തന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സിനും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ടോയ്ലറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. 2018 ആദ്യത്തെ ജെൻഡർ ഫ്രണ്ട്ലി ടോയ്ലറ്റ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയത്. അത് പിന്നെ 2018 ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻസിന് ഇവിടെ അഡ്മിഷൻ കൊടുക്കണമെന്ന് സർക്കാർ ഒരു ഉത്തരവിറക്കി. എല്ലാ കോളേജിലും ഓവർ ആൻഡ് എബോവ് 2 സീറ്റ് ഓരോ സബ്ജക്റ്റിനും. അപ്പോൾ അത് വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളൊരു പോളിസിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ അവർക്ക് ടോയ്ലറ്റ് അനുവദിച്ചത്. അത് യൂണി ജെൻഡർ ടോയ്ലറ്റിന് തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ടോയ്ലറ്റ് എന്നുള്ള രീതിയിലാണ്. പുതുതായിട്ട് എന്ത് കാര്യം വന്നാലും അതിൻ്റെ പ്രോസും കോൺസും അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ മനുഷ്യരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ ആക്റ്റീവായ സമയത്ത് നമ്മൾ ശരിക്കും ഇന്നലെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ നോക്കിയിരുന്നു, ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ്. അത് ഓരോരുത്തരും അവരവരുടെ മനോനിലവാരത്തിനനുസരിച്ചാണ് എന്ത് കണ്ടാലും പ്രതികരിക്കുക. അതിനോട് നമ്മളിത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഒരു സ്ഥാപനത്തിൻ്റെ ആശയമാണ്, ഒരു സർക്കാരിൻ്റെ ആശയമാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് വെച്ചതാണ്. ഒരുപാട് അർത്ഥതലങ്ങളുള്ള വലിയൊരാശയമാണ് ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റ്. മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇതത്ര വലിയ പുതുമയുള്ള കാര്യമല്ല. എന്നാൽ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻറ്റുമായി എത്തുകയാണ്. മഹാരാജാസ് കോളേജിൽ ഇനിയും പുതുപുത്തൻ ആശയങ്ങളും പുതുമയുള്ള ഒരുപാട് കാര്യങ്ങളും ഉയർന്നു വരിക തന്നെ ചെയ്യും. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, റിപ്പോർട്ടർ, കൊച്ചി.